തോമോ 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 ഇവിടെ നോക്കിട്ട് പറയും ഇഷ്ടായ സൂപ്പർ ആയിരുന്നാ ഗെയിംസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനല്ല കേട്ടോ, ഇന്ന് അപ്പൻ്റെയും മോൻ്റെയും മാത്രം ഒരു ദിവസമാണ്. അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു ദിവസം ലുലുമോളിൽ കൊണ്ടുപോവുക, അവിടുത്തെ പ്ലേ ഏരിയയിൽ കൊണ്ടുപോവുക. ഭയങ്കരമായിട്ട് കുട്ടി ആഗ്രഹിച്ചിരുന്നൊരു ദിവസമാണ്. എനിക്ക് തോന്നുന്നു ഈ ഹൈലൈറ്റ് മോളിൽ അവൻ ആകെ ഒരു പ്രാവശ്യമേ പോയിട്ടുണ്ടാവുള്ളൂ. അതും എനിക്ക് സംശയമാണ്, ഒരു പ്രാവശ്യമേ പോയിട്ടുണ്ടാവാൻ തന്നെ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇപ്പം മമ്മിയുടെ വീഡിയോ കാണുമ്പോൾ പാച്ചു പോകുന്നതൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര കൊതിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പാച്ചു അപ്പാപ്പനും പോയത് അറിഞ്ഞപ്പോൾ തൊട്ട് അവൻ പറയുന്നുണ്ട് എന്നെ ഒന്ന് കൊണ്ടുപോകുമോ എന്നുള്ളത്. അപ്പം ഞാൻ ഡോൺ ചാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു സൺഡേ അവനെ ഒന്ന് കൊണ്ടുപോയിട്ട് വന്നോളൂ. 3 പേരെ എന്തായാലും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഒരു ദിവസം പോയപ്പം കാർഡിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. പക്ഷേ ഡോൺ ചേട്ടൻ പറഞ്ഞു ഞാനത് എന്താ പറയുക ഒരുപാട് നശിച്ചു പോകുമെന്ന് വിചാരിച്ച് പോയതാണെങ്കിലും അവന് വളരെ നന്നായിട്ട് ഗെയിം കളിച്ചു, കുറേ പോയിൻറ്റ്സ് കിട്ടി. എന്തൊക്കെയോ കിട്ടുമല്ലോ, മറ്റേ വിന്ന് ചെയ്യുമ്പം പോയിൻറ്റ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ കിട്ടും, അതൊക്കെ അവന് കുറേ കിട്ടി. അവന് ഭയങ്കര സന്തോഷമായിട്ടോ. അവനെ നമ്മൾ അങ്ങനെ എല്ലായിടത്തും ഞങ്ങളുടെ കൂടെയാണ് മോസ്റ്റ്ലി വരാറ്. ഞങ്ങൾ അങ്ങനെ പുറത്ത് പോവാറുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് പുറത്ത് പോക്ക് വളരെ കുറവാണ്. മോസ്റ്റ്ലി അവന് എൻ്റർടൈൻമെൻറ്റ് വളരെ കുറവാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ സ്കൂളിൽ പോയി തുടങ്ങിയ പിന്നെ അങ്ങനെ വലിയ ഒരു ഇതിനായിട്ട് നമ്മളങ്ങനെ ഇറങ്ങി പോകാറില്ല. പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ എന്താ പറയുക സ്റ്റേക്കേഷന് പോകുന്നതല്ലാണ്ട് അവൻ അങ്ങനെ ഒരു ടൈം ഞങ്ങൾ കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹമല്ല, അവൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ പിള്ളേർ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ പോയ സ്ഥിതിക്ക് എന്നെ കൂടെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി കേട്ടോ. എന്താ പറയുക അവൻ്റെ മുഖത്തെ ആ എക്സൈറ്റ്മെൻറ്റ് പോകുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യമില്ലാതെ എല്ലാ റൈഡ്സിലും കയറരുത്, അപ്പയുടെ പൈസ കളയരുത് എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര കോപ്പറേറ്റീവായി തുടങ്ങി കേട്ടോ. മുന്നോട്ട് വരും തോറും അവൻ്റെ മെച്യൂരിറ്റി കൂടുന്നതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഭയങ്കരമായിട്ട് ഇതിപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വയ്യായിരുന്നു. ഒരു തരത്തിൽ എന്നെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ എന്നെ എന്താ പറയുക ശല്യം ചെയ്യാനോ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാനോ ഒന്നും അവൻ നിൽക്കില്ല കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ചാക്കോ വന്നതിന് ശേഷം അവൻ ഒരുപാട് മാറി. അവൻ്റെ ലൈഫിൽ അവൻ ഒരുപാട് അവനെ തന്നെ മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അവന് ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാറുണ്ട്. ഭയങ്കര കുറുമ്പുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഈ പ്രായത്തിൽ വേണ്ട പക്വതയല്ല, അതിനേക്കാളും കുറച്ചും കൂടെ പക്വതയുണ്ട്. അവനാകെയുള്ളൊരു ഡ്രോബാക്ക് എല്ലാ ഭക്ഷണവും കഴിക്കില്ല. അതെനിക്ക് ബ്ലഡിൻ്റെ ആയിട്ട് തോന്നിയത്. ഡിമ്പിളിൻ്റെ അതേ സ്വഭാവമാണ് കേട്ടോ. എല്ലാം മണത്ത് നോക്കുക. എന്തെങ്കിലും നമ്മൾ കൊടുത്ത് അവന് അവന് താല്പര്യമില്ലാത്ത സാധനം കൊടുത്താൽ ഡിമ്പിൾ പറയും എനിക്കിപ്പോൾ വേണ്ട കേട്ടോ, എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ട്. അതേ ഡയലോഗാണ് കേട്ടോ തോമും പറയാം. അപ്പം മമ്മി പറയും ഇത്രയും വലിയ പേരവകാശിയും പോട്ടെ പാരമ്പര്യം വരുമോ എന്നറിയില്ല. അപ്പോൾ ഡോൺ ചേട്ടൻ പറയും ഈ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ അവൻ എന്ത് ഇടയിൽ ഒറ്റ കൈയും കൊണ്ടടി അവൻ ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര സ്മൂത്തായിട്ട് അവൻ ഡ്രൈവ്. ഡോൺ ചേട്ടനായിരുന്നു അതിനേക്കാളും ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ എന്തായാലും അവന് ഭയങ്കര സന്തോഷമായി. എനിക്കും ഭയങ്കര, ഞാൻ കൂടെ പോയില്ലെങ്കിലും ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഡോൺ ചേട്ടൻ എനിക്ക് വേണ്ടി ഈ ഒരു വീഡിയോ എടുത്തിട്ട് വരും, നീ അത് വ്ളോഗാക്കി ഇട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക്. കാരണം നമ്മുടെ അവസ്ഥ അറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന ഒരു ഹസ്ബൻഡ് അത് നല്ലതാണ്. പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ഡോൺ ചേട്ടനോട് നമുക്ക് പബ്ലിക്കിൽ പോയിട്ട് എടുക്കാൻ പറഞ്ഞാൽ, അതായത് നമ്മളെന്തെങ്കിലും ചെയ്യുന്ന എടുക്കാൻ പറഞ്ഞാൽ മൂപ്പർക്ക് ഇഷ്ടമില്ല. പക്ഷെ വളരെ രഹസ്യമായിട്ട് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് തോമുവിൻ്റെ കാര്യത്തിൽ ഒരു പടി കൂടുതലാണ് ഡോൺ ചേട്ടന്. എന്ത് കാര്യമായാലും എന്ന് വെച്ച് ചാക്കോനെ ഇഷ്ടമല്ലെന്നല്ല, എന്ത് പറഞ്ഞാലും ഡോൺ ചേട്ടൻ്റെ ലൈഫിലൊരു ഇപ്പം ഞാൻ വന്നതുപോലെ തന്നെയാണ് തോമു ഒരു വലിയൊരു സന്തോഷം കൊണ്ടാണ് ഡോൺ ചേട്ടന് വന്നത്. എന്തൊക്കെയോ നടന്നിട്ട് ലൈഫിലേക്ക് പെട്ടെന്നൊരു പുതിയ നമ്മളുടെ ചോരയിലൊരു കുട്ടി വരിക, അല്ലെങ്കിൽ എൻ്റെ മകൻ എന്ന് പറയാൻ ആർക്കും ആഗ്രഹമില്ലാത്ത. അതുകൊണ്ട് തന്നെ ഡോൺ ചേട്ടന് തോമുവിനോട് പ്രത്യേകത ഒരു മമത കൂടുതലാണ്. ചില സമയത്ത് അത് നമുക്ക് അപകടം ഉണ്ടാക്കും, ചില സമയത്ത് മറ്റേ ആൾക്ക് ഇഷ്ടപ്പെടാണ്ട് വരും അല്ലെങ്കിൽ വിഷമം വരും. പിന്നെ അത് പറഞ്ഞിപ്പം ഡോൺ ചേട്ടൻ അത് ഓക്കെ ആയി ഒരു ന്യൂട്രലിൽ പോവാൻ മാക്സിമം നോക്കാറുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പറഞ്ഞ് ഡോൺ ചേട്ടനെ നമുക്ക് പിന്നെ പറഞ്ഞ് ചില കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റാൻ പറ്റില്ല. ചിലരങ്ങനെയാണ്, നമുക്കൊരു മാറ്റുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമുക്ക് പറയാൻ ഭയങ്കര ഈസിയാണ്, ബട്ട് നമുക്കത് ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ് കേട്ടോ. കുറേ പേര് പറയാറുണ്ട് തോമു ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു അല്ലെങ്കിൽ ഒരുപാട് മാറി എന്നൊക്കെ ഉള്ളത്. അത് സത്യമായിട്ട് തോമു ക്ഷീണിച്ചു, പക്ഷെ നല്ലപോലെ പൊക്കം വെച്ചു കേട്ടോ. പിന്നെ തോമുവിന് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചിക്കൻ സ്ട്രിപ്സ്. അപ്പം ഞാൻ പറഞ്ഞു അവന് അതും കൂടെ ഒന്ന് വാങ്ങിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഡോൺ ചേട്ടൻ അതും വാങ്ങിച്ചു കൊടുത്തു കേട്ടോ.
ഇതിൽ പരം സന്തോഷം എന്താ അവനിനി വേണ്ടത്. ഞാൻ പറഞ്ഞു ഇത് എപ്പോഴും അങ്ങനെ ചോദിക്കാൻ പാടില്ല, വൺസ് ഇൻ എ വൈൽ, മന്ത്ലി വൺസ് ഒക്കെ പോവാം, എല്ലാ വീക്കും ഒന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവൻ പ്രത്യേകിച്ച് ഡിംപിളിൻ്റെയും മമ്മിയുടെയും വ്ളോഗ് കുത്തിയിരുന്ന് കാണുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ. അപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മളില്ലാണ്ട് അവർ പുറത്ത് പോകുന്ന സമയത്തായാലും അയ്യോ അവരവിടെ പോയല്ലോ, അവരിവിടെ പോയല്ലോ, അങ്ങനെയൊക്കെ പറയൂ കേട്ടോ. അപ്പം കുഞ്ഞു കുഞ്ഞു പരാതികളൊക്കെ ഉണ്ടെങ്കിലും അത്രയും വലിയ പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ അതിൻ്റെ പേരിലൊരു സങ്കടം, നമ്മളോട് സങ്കടം പറയും, പിന്നെ നമ്മളത് പറയുമ്പോൾ അവനത് മാക്സിമം മനസ്സിലാക്കും കേട്ടോ. പിന്നെന്താണ്, ഞാൻ അവൻ്റെ കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര പ്രൗഡായിട്ട് ഞാൻ പറയും കേട്ടോ. ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു കുട്ടിയാണ്. അതെനിക്ക് ഡെലിവറിക്ക് ശേഷമാണ് മനസ്സിലായത്. എന്നോട് കുറേ പേര് പറഞ്ഞ് പേടിപ്പിച്ചെങ്കിലും എന്നെ ശരിക്കും അവനെ അത്ഭുതപ്പെടുത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു കുട്ടിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചിലർ പറയും എന്താ അങ്ങനെയാണോ ഇങ്ങനെയാണോ, അവരങ്ങനെ ചെയ്യുമോ ഇവരിങ്ങനെ ചെയ്യുമോ എങ്ങനെയാണ്, പക്ഷെ നേരെ തിരിച്ചാണ് കേട്ടോ. ചാക്കോയാണ് തോമുനെ എടുത്തിട്ട് മെരുക്കുക, തോമും ഒക്കെ കൊണ്ട് നിൽക്കും. പിന്നെ അവസാനം നമ്മൾ പറയത്തില്ലേ നിൽക്കക്കള്ളി പോകുമ്പോൾ ഒരെണ്ണം കൊടുത്തു എന്ന്, അങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളൂ കേട്ടോ. ഭയങ്കര കോപ്പറേറ്റീവാണ്. അതുകൊണ്ട് തന്നെ അവന് എല്ലാ സക്സസ്സും കിട്ടട്ടെ എന്ന് മാത്രമേ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുള്ളൂ. കാരണം അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു കുട്ടിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മളെ പ്രത്യേകിച്ച് നമ്മളൊരു കൂട്ടുകുടുംബത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ എല്ലാ പിള്ളേർ കൂടുമ്പം പല പ്രശ്നങ്ങളും വരും. പക്ഷെ അവനതൊക്കെ ഭയങ്കര ഒരു മെച്യൂർ ലെവലിൽ എല്ലാം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ആ മൊമെൻറ്റിൽ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിലും നമ്മൾ മാറ്റി ഒന്നെങ്കിൽ രണ്ട് ചാടിച്ചാൽ അവൻ ഓക്കെ ആവും. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേയൊക്കെ സമാധാനമുണ്ട് കേട്ടോ. അങ്ങനെ അവൻ്റെ എന്താ പറയുക കുറേ ആഗ്രഹങ്ങൾ അപ്പം സാധിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അവൻ്റെ ഒരു ഹാപ്പി ഡേ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇടയ്ക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാം മക്കളെ. അതും ഈ ഒരു പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമാവണം എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പം നാളെ കാണാം കേട്ടോ.